അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന പാതയിലാണ്. മിഷൻ സ്കൂൾ പരിസരത്ത് നിന്നാണ് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ്. ഇതിവിടെ മഴയുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ ഈ വാഹനത്തിൽ വന്ന ആളുകളെല്ലാം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ റോബിൻസൺ റോഡിലെ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഈ കുഴികളാണ്. ഇത് റെയിൽവേയുടെ ഒരു ഭാഗമാണ്. മുനിസിപ്പാലിറ്റിയുടെ എല്ലാം റോഡ് കഴിഞ്ഞാൽ പിന്നീട് റെയിൽവേയുടെ ഈ പ്രദേശത്തേക്ക് എത്തിയാൽ പിന്നീട് വലിയ വലിയ കുഴികളാണ്. ഈ കുഴികൾ താണ്ടി മാത്രമേ ആളുകൾക്ക് ജില്ലാ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ തിരിച്ച് മിഷൻ സ്കൂൾ പരിസരത്തേക്കെല്ലാം പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ ഓട്ടോറിക്ഷയിലെല്ലാം വരുന്ന കുട്ടികളെല്ലാം കാണാം. നിരവധി കുട്ടികളുള്ള ഒരു ഓട്ടോറിക്ഷ വരുന്നു. ആ ഓട്ടോറിക്ഷ ഡ്രൈവറോട് തന്നെ നമുക്ക് ചോദിക്കാം, ഏട്ടാ ഈ കുഴികൾ വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല ഇവിടെ? പിന്നെ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടില്ല. വണ്ടി വരുന്നില്ല, ഇവിടെ കുറേ നിരക്കുന്നില്ല. ഡെയിലി കുഴി ചാടിയിട്ടാണ് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോവുകയാണ്. കുട്ടികളെല്ലാം പോകുന്ന ഒരു പാതയാണ് ഇത്തരത്തിൽ തകർന്ന് കിടക്കുന്നത്. ഇത് നിരവധി കാലമായി ഇത്തരത്തിൽ തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി കുഴികളുണ്ട്. ഈ കുഴികളുള്ള മേഖല റെയിൽവേയുടേതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ഇവിടെ യാതൊരു രീതിയിലുള്ള മുൻനിരയിലെ പല്ല് രണ്ടെണ്ണം പോയത് ശ്രദ്ധിച്ചായിരുന്നു. അതേപോലെയാണ് റോഡിന്റെ അവസ്ഥ. പലയിടത്തും താറ് കാണാനേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് കുഴിയൊക്കെ കാണും. പിന്നെ കുറച്ച് റോഡ് കണ്ടു കിട്ടിയ ഭാഗ്യം. ആ അവസ്ഥയിലായിട്ട് മാറുന്നുണ്ട് പല ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള റോഡുകൾ. തൃശ്ശൂർ തന്നെ ഉദാഹരണം.